നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചതിനുള്ള അംഗീകാരം തന്നെയാണ് മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. മൂച്ചിമക്കയറ്റൽ നബി തങ്ങൾക്കില്ല. ശരിക്ക് അബൂ സുഫിയാൻ്റെ ആ ഒരു ചരിത്രമില്ലേ, സൂറുമിൻ ഹയാത്തി സ്വഹാബയിൽ അല്ലിസാബയിൽ നിന്നും ഉസ്ദുൽ ഗാബയിൽ നിന്നും എല്ലായിടത്തു നിന്നും പെറുക്കിയെടുത്തിട്ട് ആ സംഭവങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അല്ല, മറ്റൊരു പിക്ചർ അവിടെ കാണാം. മറ്റൊരു യഥാർത്ഥ പിക്ചർ അവിടെ കറക്റ്റ് കാണാം. അബൂ സുഫിയാൻ വഫാത്താകുന്നത് പോലും ഭയങ്കര ഒരു കണക്റ്റഡാണ് ആ സംഭവം. വഫാത്താകുന്ന സന്ദർഭം പോലും കണക്റ്റഡാണ്. എല്ലാം പ്രഖ്യാപിച്ച് ഒരുങ്ങി മരിക്കുന്ന ആ ഒരു കണക്റ്റഡായിട്ട് കോർത്തു വെച്ചൊരു ലൈഫാണത്. അവിടെ എന്ത് മനസ്സിലാകും? നബിതങ്ങളുടെ പദപ്രയോഗം ഒരിക്കലും കൽബിലില്ലാത്തത് പറച്ചിലല്ല, മറിച്ച് അബൂ സുഫിയാൻ്റെ എൻഡ് വരെ നബിതങ്ങൾക്ക് കാണാം, മൗത്ത് വരെ നബിതങ്ങൾക്ക് കാണാം. ആ കണ്ടതിനുള്ള പറച്ചിലാണ് എന്ന് ശരിക്കും ബോധ്യപ്പെടും. ആ പറച്ചിലും അബൂ സുഫിയാൻ്റെ ലൈഫും ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ സൂറുമിൻ ഹയാത്തി സ്വഹാബയിൽ അബൂ സുഫിയാനെ കൃത്യമായി വരച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലായിടത്തുനിന്നും പെറുക്കിയെടുത്തിട്ട്. ഇപ്പം ഏതായാലും ഒരു വിവരം ശരിയാണ്, ഒരു സംഗതി മുത്തുലക്കൻ എന്താണ്, മഅറൂഫും മഷ്ഹൂറുമാണ്, കൽബിലുള്ളതാണ് പറയേണ്ടത്. കൽബിൽ ഒന്ന് മറച്ചു വെച്ചിട്ട് ഉള്ളിൽ പുറത്ത് മറ്റൊന്നല്ല പറയേണ്ടത്. പ്രത്യേകിച്ചൊരു മുതഅല്ലിമായി വരുന്ന, വിദ്യാർത്ഥിയായി വരുന്ന ഒരു കക്ഷിയെ, ഒരു മനുഷ്യനെ, ആ മനുഷ്യനിലെ ഏറ്റവും വലിയ നന്മയാണ് അവൻ വരുന്നു എന്നുള്ളത്. ആ വരുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഉസ്താദിന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പറ്റില്ല. ഉസ്താദിനെ ശിക്ഷിക്കാൻ എന്തോ ഒരു വല്ലാതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇതെല്ലായിടത്തും പറയുന്നൊരു മാറ്ററാണ്. അതായത് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കാൻ തുടങ്ങണം, അല്ലേ? 7 വയസ്സ് തുടങ്ങിയിട്ട് 10 വയസ്സായിട്ടൊരു കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ വാപ്പയുടെ ദൗത്യം നിർവഹിക്കണം. ആ അടി എങ്ങനെ ആകണം? ഇവിടെ 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, തഅലീമാണോ? പഠിച്ചു നോക്കുക, തഅലീമാണോ? നമ്മളിപ്പോൾ തഅലീം എന്ന പ്രോസസ്സിൽ വരുമ്പോൾ പ്രഥമമായിട്ട് വരുന്നത് എന്താ? ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ സ്വഹാബത്തിലെ ഉലമായിൽപ്പെട്ട ആളാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹുവിനെ അയക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് ബശ്ശിറു വല തുബശ്ശിറു, യസ്സിറു വല തുഅസ്സിറു. നിങ്ങൾ സന്തോഷിപ്പിച്ച് സംസാരിക്കണേ, നിങ്ങൾ എന്ത് ചെയ്യരുത്? തുനഫിറു വല തുനഫിറു, മടുപ്പിക്കരുത് കേട്ടോ, മടുപ്പുണ്ടാകരുത്. ബേസിക് റൂളാണത്, ബേസിക് റൂളാണ്. ബശ്ശിറു വല തുനഫിറു, നിങ്ങളെ ടീച്ചിങ് കൊണ്ട് കുട്ടിക്ക് മടുപ്പുണ്ടാകരുത്, മടുത്തു എന്ന് കുട്ടിക്ക് തോന്നരുത്. യസ്സിറു വല തുഅസ്സിറു, ടഫാണ് എന്ന് പറയാൻ തോന്നരുത്. യസ്സിറു വല തുഅസ്സിറു. ഇൽമുമായി ബന്ധപ്പെട്ട് ദഅവത്തിനിറങ്ങുന്ന ഒരാൾക്ക് നബിതങ്ങൾ കൊടുത്ത ബേസിക് റൂളാണത്. അതേസമയം ഒരു വാപ്പ നിർവഹിക്കുന്ന ചില പ്രധാനപ്പെട്ട തഹസീറുകളുടെ ഭാഗം കൂടിയാണിത്. ഇവിടെ പോലും എന്താ ഉള്ളത്? 7-ാം വയസ്സ് തുടങ്ങണം. 7-ാം വയസ്സിൽ കൃത്യമായി തുടങ്ങിയിട്ട് 10-ാം വയസ്സിൽ നിസ്കരിക്കാത്ത ഒരാൾ നിങ്ങൾ ഹയാത്ത് കാലത്ത് എവിടെയെങ്കിലും കണ്ടിരുന്നു? നിങ്ങൾ 4 കൊല്ലം 5 നേരം എത്രയായി? 360 ഇത് കൂട്ടിയാൽ എത്രയായി? അതാ ഞാൻ പറയുന്നത്. അവിടെ ഫുഖഹാ പറഞ്ഞതിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ 4 കൊല്ലം പറഞ്ഞിട്ട് നിസ്കരിക്കാത്തത് നിങ്ങളൊരു ഹയാത്ത് കാലത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കണ്ടത് കാണിച്ചു തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസനെയും ഹുസൈനെയും ഇവരെയൊക്കെ നിസ്കരിപ്പിച്ചപ്പോൾ, ഫാത്തിമാനെയൊക്കെ നിസ്കരിപ്പിച്ചപ്പോൾ തല്ലിയോ?
അവിടെ നബിതങ്ങൾ രക്ഷിതാവ് എന്നുള്ള നിലക്ക് പ്രാക്ടിക്കലായി നബിതങ്ങളുടെ കൗല് നബിതങ്ങൾ ബയാൻ ചെയ്തു. എന്താ? ഇങ്ങനെ ചെയ്താൽ അടിക്കേണ്ടി വരൂല എന്നുള്ള ബയാനാണ് നബിതങ്ങളെ ഫെയില് കൊണ്ട് കൗലിന് നബിതങ്ങൾ ബയാൻ ചെയ്തു. ഓ ഓ ഇല്ല, റെഡിയല്ലേ? ഇതേ ഉണ്ടാകൂ. ഇനി പോകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് വാശിയൊന്നും ഇല്ലയെന്നറിയോ. ഇങ്ങനെ അടിക്കരുത് എന്ന് പറയുമൊന്നും വേണ്ട, അതിവിടെ മാറ്റർ അല്ല. ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന ആരും അംഗീകരിക്കും. എന്താ? എ ബി. എ എന്താണ്? ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുന്നത് തല്ലിയിട്ട്, ഒരു കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുന്നത് തല്ലാതെ. ഏതാണ് അഫ്ളൽ? തല്ലാതെ. സംശയം ആർക്കും ഇല്ലല്ലോ സാർ? ഉണ്ടാവോ? ഒരാൾക്കും ഇല്ല. എങ്കിൽ ഈ ഒയറു അഫ്ളലായത് എപ്പോഴാണ് സ്വീകരിക്കുന്നത്? അഫ്ളലായതിന് കഴിയാത്തത് കൊണ്ടല്ലേ. ലാ ഖിലാഫ ബൈനഹു. ആരാ പരിഹരിക്കേണ്ടത്? എവിടെയാ പരിഹാരം വേണ്ടത്? ഈ കഴിയാത്ത ആൾ അയാളുടെ ആ മാറ്റർ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ. അഫ്ളൽ ഇതാണ്. നിങ്ങൾക്ക് മറ്റതാണോ? മറ്റത് ചെയ്തോ, അവസാനം ചിലപ്പോൾ ബോക്സോലൊക്കെ കുടുങ്ങിയാൽ പോയാൽ മതി. അതിന് എന്തില്ല. നിങ്ങൾ ബഷിറു വല തുനഫിറു എന്ന് പറഞ്ഞ കൗല്, യസിറു വല ത്വാസിറു എന്ന് പറഞ്ഞ കൗല്, അതിന് മുഖാലിഫായിട്ട് നബിതങ്ങളുടെ കൗലിലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ തല്ലണ്ടി വരുന്നൊരു സിറ്റുവേഷൻ എടുത്തു നോക്കുമ്പോൾ അവസാനം അത് വേണ്ടി വരുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, പ്രശ്നം നമ്മളിലേക്ക് മടങ്ങുന്നു. ഇനി ഉസ്താദ് എന്താ ചെയ്യണം? നമ്മളിതിലെപ്പോഴും ട്രെയിനിങ്ങിലല്ലേ നമ്മളെ മാറ്റർ വരിക. ട്രെയിനിങ്ങിൽ വരുന്നത് നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ ഈ ജിഹാദൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കുക എവിടെയാ പ്രശ്നം. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ഒരു ഉസ്താദ് വടി എടുത്തിട്ടാണോ ക്ലാസ്സിൽ പോകുന്നത്? ആ ഉസ്താദ് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്നു, അയാമേ കാളപൂട്ടുകാരൻ. ഉസ്താദിൻ്റെ കയ്യിലെ ചോക്ക് ശരിയാണ്, അത് ഉസ്താദിൻ്റെ അടയാളമാണ്. ഉസ്താദിൻ്റെ കയ്യിലെ ഡസ്റ്റർ അത് ശരിയാണ്, ഉസ്താദിൻ്റെ അടയാളമാണ്. ഉസ്താദ് കയ്യിൻ്റെ പുസ്തകം അത് ഉസ്താദിൻ്റെ സിമ്പലാണത്. ഉസ്താദിൻ്റെ കയ്യിലൊരു ചാർട്ടുണ്ട്, അത് ഉസ്താദിൻ്റെ സിമ്പലാണ്. ഉസ്താദിൻ്റെ കയ്യിൽ ചൂരലാണുള്ളതെങ്കിൽ ഞാൻ പരാജിതനാണ് എന്ന് ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കുകയാണ് അയാൾ ലിസാനുൽ ഹാല് കൊണ്ട്. എല്ലാവരും അടിക്കുന്ന ഉസ്താദിന് ഇഷ്ടം അടിക്കാതിരിക്കലാണ്, അടി കിട്ടുന്ന കുട്ടിക്ക് ഇഷ്ടം അടി കിട്ടാതിരിക്കലാണ്, ഈ കുട്ടിയുടെ രക്ഷിതാവിന് ഇഷ്ടം അടി കിട്ടാതിരിക്കലാണ്. എങ്കിൽ ഒരു പരസ്യമായ ശരിയാണ്, നമുക്കാവശ്യമുള്ളത് സന്തോഷമുള്ള അധ്യാപനമാണ്. വിദ്യാഭ്യാസം എന്ന പ്രക്രിയയുടെ പ്രധാന ചേരുവ സന്തോഷമാണ്, സമാധാനമാണ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. മഹാന്മാരായ ഏതെങ്കിലും സ്വാലിഹ്യങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതുമല് വല്ലാതെ തൊട്ട് കളിക്കണ്ട. ആരെയും നമുക്ക് അർഹതയില്ലാത്ത ഒരാളെ വിമർശിക്കാൻ പോകരുത്. പകരം വിഷയം ഇത് നബിതങ്ങളുടെ കൗലാണ്, നബിതങ്ങളുടെ നിർദ്ദേശമാണ്. മഅറൂഫും മുഅ്തറഫായ ഒരു എല്ലായിടത്തും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സമീപന രീതിയാണിത്. ഇതിൽ ഖിലാഫില്ല. ഇത് അഫ്ളലായ രീതിയാണ്, ഇതിൽ ഖിലാഫില്ല. പക്ഷേ ഈ സമയം ശ്രദ്ധിക്കണം. നമ്മളിത് പറയുമ്പോൾ ചില ഉസ്താദുമാരുടെയൊക്കെ മനസ്സിൽ ഓടുന്നൊരാശയം ഉണ്ടാവും. എന്താണെന്നറിയോ? കുട്ടികൾ എന്തായാലും കുഴപ്പമില്ല എന്ന്. അങ്ങനൊരാശയം നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ 2 ജുസ് പറഞ്ഞത്. രണ്ടാമത്തെ ജുസ് കുട്ടിയുടെ പഠനം വിജയകരമായി നടക്കണം. പഠനം വിജയകരം എന്ന് പറയുമ്പോൾ കേവലം പരീക്ഷ പാസ്സാകലാണോ? അല്ല. എന്തുകൂടി വേണം? ഇബാദാത്തും അവരുടെ പെരുമാറ്റങ്ങളും കൂടി, ചിട്ടകളും കൂടി വരണം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതിൽ കോംപ്രമൈസ് ഇല്ല. അത് സക്സസ് ആയേ പറ്റൂ. അത് സക്സസ് ആകാൻ നമ്മളിങ്ങനെ പോക്സോ കുടുങ്ങണോ? വേണ്ട. ബഷിറു എന്ന് പറഞ്ഞത് കാറ്റ് പറത്തണോ? വേണ്ട. നമ്മൾ നബിതങ്ങളുടെ പക്ഷം നിന്നാൽ മതി.
നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിയുടെ പക്ഷത്ത് നിന്നാൽ മതി, വിജയിക്കാം. പറയുന്ന ഒരു രസം എല്ലാവർക്കും കേൾക്കാലോ. അടിച്ചു പഠിപ്പിച്ചാലേ നമ്മളിതിൻ്റെ ഓയത്താണല്ലോ സന്തോഷം സമാധാനം ഉണ്ടാകുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉസ്താദുമാരൊക്കെ ചെറുപ്പത്തിൽ അടി കിട്ടി വളർന്ന സന്തോഷം പറയലുണ്ട്. എന്നെ ഉസ്താദ് അങ്ങനെ കർശനമായി പഠിപ്പിച്ച കൊണ്ടാണ്, പ്രത്യേകിച്ച് താജുൽ ഉലമക്ക് ചിലപ്പം പറയാറുണ്ട്, അങ്ങനെ കർശനമായ നിലപാടെടുത്തത് കൊണ്ടാണ് ഞാനൊക്കെ ത്വഫ അതുപോലെ കാണാതെ ദർസ് നടത്തിയ ഒരു സൗഭാഗ്യം ഉസ്താദിൻ്റെ മഹത്വമായിട്ട് പറയലുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത് അവർക്ക് ആ ഓയത്ത് കിട്ടിയിട്ടുണ്ട് ആ പെരുമാറ്റത്തിലൂടെയും. കാരണം ഉസ്താദന്മാർ ആ നല്ലൊരു ശുദ്ധിയോടുകൂടെയാണ്, മനഃശുദ്ധിയോടുകൂടിയാണ് അടിച്ചിട്ടുള്ളതും തെർബിയത്ത് ചെയ്തിട്ടുള്ളതും. തീർച്ചയായിട്ടും. അപ്പോൾ അത് സൈക്കോളജിക്കലായിട്ട് അതിൻ്റെ ഓയത്ത് നഷ്ടപ്പെടുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. ഞാൻ ഇടപെടട്ടെ? ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ സംസാരിക്കുന്നത് ഈ അവാമിനോട്, സാധാരണക്കാരോടല്ല കേട്ടോ. ഇവിടെ ഈ വായത്തിന് വേണ്ടി അഥവാ ഈ മബ്ലഗ്, ഈ ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് ഈ അഫ്ളലായ ഒരു റൂട്ട് കഴിയാതിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ഒരു വഴിയാണ് മഫ്ലൂലായ ആ വഴി. അഫ്ളലായ ഒരു റൂട്ട് കഴിയാതിരിക്കുമ്പോൾ കുട്ടിയെ ഉപേക്ഷിക്കാൻ വയ്യ, ലഭ്യമായ താൽക്കാലിക പരിഹാരം ഉപയോഗിക്കുക. സംഗതി വേണ്ടത് ഉച്ചക്ക് ഊണായിരുന്നു വേണ്ടത്, അന്ന് നിവൃത്തി കേടുകൊണ്ട് അവില് കഴിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്നും അവില് കഴിക്കണം എന്നല്ല, നിങ്ങൾക്ക് ചോറ് കിട്ടുന്നേരം ചോറ് തന്നെ കഴിക്കുക. ഇപ്പം തൽക്കാലം നിങ്ങൾ മഫ്ലൂൽ ഉപയോഗിച്ചോ, നാളെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഫ്ളൽ തന്നെ കിട്ടുമ്പോൾ അഫ്ളൽ തന്നെ ഉപയോഗിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഞ്ചാരം മുന്നോട്ട് പോകട്ടോ, ഉഷാറായിട്ട് എല്ലാവർക്കും കഴിക്കാം. ഓ യെസ്, അതാണ് അവിടെ ചെയ്തത്. അപ്പം നമുക്ക് കൂടുതൽ അഫ്ളലായത് കിട്ടുമ്പോൾ അഫ്ളലിലേക്ക് മാറണം. ഒരിക്കലും കഴിഞ്ഞു പോയതിനെ തഹ്സീം ചെയ്യരുത്, ബ്ലെയിമിങ് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ വലിയ അധ്വാനമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പുള്ളൊരു ഘട്ടം നടന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മുമ്പുള്ള ഒരു സംഗതിയിൽ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ആക്ഷേപിക്കുകയല്ല വേണ്ടത്, അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തെയോ കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച അത്തരം സംഭവവികാസങ്ങളെയോ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിലെ നന്മകൾ കാണുക. ഇപ്പോൾ ഈ അടിച്ച ഉസ്താദിന് ഇങ്ങനൊരു സാധ്യത അറിഞ്ഞാൽ ഉസ്താദ് ഏതാ എടുക്കുക? ഇതാ എടുക്കുക. ഇപ്പോൾ താജുൽ ഉലമയെ പോലെ അവരുടെ അസാധ്യതത്തിന് പോലെയുള്ള വലിയ ഔലിയാക്കളായ മഹാന്മാർ, അവർ തീർച്ചയായും ഏതെടുക്കും? ഇതെടുക്കണം. ഇതെടുക്കുമെന്ന് മാത്രമല്ല, ഇത് കയ്യിൽ മുമ്പിൽ കണ്ടിട്ട് നമ്മൾ അവരുടെ ചെയ്ത അതന്നെ എടുത്താൽ അവർ നമ്മളെ തല്ലും. ആഖിറത്തിലൊക്കെ കിട്ടിയ അന്നേരം അടി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതെടുക്കണം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അടുത്തൊരു മാറ്റർ, ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞത് പി ആർ അഥവാ അൽ അഫ്ആലുൽ മഹ്മൂദ, രണ്ട് പറഞ്ഞത് ക്വാളിറ്റി ടൈം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അവർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണത്, അവരുടെ ഫെയിൽ കൊണ്ട് പഠിപ്പിച്ചു തന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മാറണം എന്നാണ് അവർ നമ്മളോട് ശരിക്കും പഠിപ്പിച്ചത്. മാറ്റം കിട്ടുന്നതിനനുസരിച്ച് മാറണം. ദഅവത്ത് എപ്പോഴും മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പരിഷ്കരിക്കേണ്ടടുത്ത് പരിഷ്കരിക്കണം. വാല്യൂസ് ഒരിക്കലും നഷ്ടപ്പെടരുത്. ഇത് ഓ ഒരു അയ്യപ്പ മാഷുണ്ടായിരുന്നു. അയാൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ ആ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വടി ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആരും അടുക്കേണ്ടതില്ല. അതൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ പോയാൽ തന്നെ അതിൽ ഏതെങ്കിലും ഒരാളങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ എല്ലാം അടിക്കലൊന്നുമില്ല ആൾ. പക്ഷേ സ്കൂളിൽ നല്ല അച്ചടക്കാർക്കും ആൾ പുറത്തിറങ്ങിയാൽ. അപ്പോൾ അതും അങ്ങനത്തെ ഒരു ഭാഗം ഇല്ലേ ശരിക്ക്? അതുണ്ട്, പക്ഷെ എവിടെ നമ്മൾ പറഞ്ഞത് ഇല്ല എന്നല്ല. അഫ്ളൽ ഏതാണ് നമ്മൾ പറഞ്ഞത്? അഫ്ളൽ ഇതാണ് എന്നാണ് പറയുന്നത്. ആ അയ്യപ്പ മാഷന്നെ ഈ ഒരു സംഗതി കണ്ടാൽ അയാൾ എന്തിൻ്റെ ആളായി മാറും? ഇതിൻ്റെ ആളായി മാറും.
ഇതാണ് നമ്മൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് അടിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും പറയും ആ അടി ഇഷ്ടത്തോടെ നമ്മളിപ്പോഴും ഓർക്കുന്നു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരടിച്ചപ്പോഴും അവരുടെ ഉള്ളിൽ സ്നേഹമായിരുന്നു അടിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവരടിക്കാത്തൊരു മാർഗം കണ്ടാൽ അവരിതിൻ്റെ ആളാകും. സ്നേഹത്തോടെയാണ് അവരടിച്ചത്. അതുകൊണ്ട് തന്നെ അതെ, വെറുക്കും. സ്നേഹമില്ലാതെ അടിച്ചതാണ് വെറുക്കും. സ്നേഹത്തോടെ അടിച്ചതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. അപ്പോഴും ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, മറക്കുന്നില്ല, മാറുന്നില്ല. അടിക്കാത്തതാണ് അഫ്ളൽ എന്നത് മാറുന്നില്ല. കാരണം അവരും ആ സ്നേഹമുള്ളവർ എന്തായാലും അടിക്കാതെ നടക്കുമെങ്കിൽ അവരടിക്കാത്ത തിരഞ്ഞെടുക്കും. അവരുടെ ഇഷ്ടം കൊണ്ടും ഉത്തരവാദിത്വ ബോധം കൊണ്ടും ഈ വഴി കിട്ടാത്തത് കൊണ്ടുമാണ് അവരത് ചെയ്തത്. ഈ വഴി കിട്ടാത്തത് കൊണ്ടുമാണ് അവരത് ചെയ്തത്. ഇത് സ്ഥിരപ്പെട്ടാൽ അപ്പോൾ അവരിതിൻ്റെ ആദ്യ വക്താവായി മാറും. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഒന്ന് അൽ അഫ്ആലുൽ മഹ്മൂദ, 2 ക്വാളിറ്റി ടൈം. 3 കുട്ടികളിൽ റിവാർഡ് സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. ശിക്ഷയ്ക്ക് പകരം റിവാർഡ് സിസ്റ്റങ്ങൾ കൊണ്ടുവരിക. റിവാർഡ് സിസ്റ്റത്തിൻ്റെ റിവാർഡ് എന്നതൊരു പ്രായോഗിക ഒരു മുസ്തലഹാണത്. അതൊരു ഇസ്തുലാഹിയാണ്. അതിന് സ്ഥിരമായി നൽകുന്ന അംഗീകാരത്തിൻ്റെ പ്രത്യക്ഷമായി കാണുന്ന രൂപങ്ങളാണ് റിവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ്, പ്രത്യക്ഷമായി ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാർ സിസ്റ്റം. സ്റ്റാർ സിസ്റ്റം എന്നത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വിജയിക്കുന്നത് വളരെ ദഖീഖായ ഒരു പോയിന്റിൽ നിന്നാണ്, മൈന്യൂട്ടായ ഒരു പോയിന്റിൽ നിന്നാണ് അത് വിജയിക്കുന്നത്. സ്റ്റാർ സിസ്റ്റം ആർക്കാണ് ഫലിക്കുന്നത്? ഏത് ഗുരുനാഥനിൽ നിന്നാണ് ഫലിക്കുന്നത്? നമ്മൾ അഫ്ആലുൽ മഹ്മൂദയുള്ള PR ഉള്ള ഗുരുനാഥനിൽ നിന്നാണ് ഫലിക്കുന്നത്. ക്വാളിറ്റി ടൈമുള്ള ഗുരുനാഥനാണ് അത് റിസൾട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഉസ്താദ് സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കിയാൽ വൻ വിജയമായിരിക്കും. കുട്ടി നേരത്തെ എത്തണം, ആകെ ഒരു സ്റ്റാർ സിസ്റ്റം മതി. സ്റ്റാർ സിസ്റ്റം എന്താണ്? നമ്മളൊരു ചാർട്ട് പേപ്പർ വാങ്ങുന്നു. ആ ചാർട്ട് പേപ്പറിൽ നമ്മുടെ കുട്ടികളുടെ പേരൊക്കെ ക്രമപ്രകാരം എഴുതുന്നു, ഒന്നിന് താഴെ ഒന്നായി എഴുതുന്നു. കുട്ടിക്ക് ഈ പേരിന് നേരെ കുട്ടിക്ക് ഓരോ ദിവസത്തേക്ക് ഓരോ കോളങ്ങൾ രൂപപ്പെടുത്തുന്നു. ആ കോളങ്ങളിൽ ഈ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ചെയ്താൽ അതിന് നേരെ അവരുടെ പേരിന് നേരെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നു. ചെറിയ ഭംഗിയുള്ള സ്റ്റാർ, പൊളിച്ചൊട്ടിക്കാൻ പറ്റുന്ന സ്റ്റാർ. ഇതിൽ സ്റ്റാർ എന്നതിനെ വല്ലാതെ പേടിയോടെ ഒന്നും കാണണ്ട. അതാരുടെയും കുത്തകയൊന്നുമല്ല. സ്റ്റാറിന് മറ്റൊരു മീനിങ് കൂടിയുണ്ട്. സ്റ്റാർ എന്നത് ഹംസത്ത് അസ്മാവ് കൂടിയാണ്. 1, 2, 3, 4, 5 ഈ 5 വരകൾ 5 ഇസ്മുകളാണ്. 5 ഇസ്മുകളുടെ മജ്മുവാണ് ഈ നജ്മ് എന്ന് പറയുന്നത്. അങ്ങനെയും ഒരു മീനിങ് അതിനുണ്ട്. അസ്ഹാബി കൻ നുജൂം. അപ്പോൾ നജ്മ് എന്നതിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അതുകൊണ്ട് അതിൽ വല്ലാതെ ബേജാറാകുമൊന്നും വേണ്ട. അങ്ങനെ മീനിങ്ങിൽ എടുത്താൽ മതി, നമ്മളെ മീനിങ്ങിൽ എടുത്താൽ മതി. അപ്പോൾ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നു. ഓരോന്ന് ചെയ്താലും സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുന്നു. അതിന് ശ്രദ്ധിക്കേണ്ട സിഫത്തുകൾ അല്ലെങ്കിൽ ഷുറൂത്തുകൾ, പോസിറ്റീവ് ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കുക, നല്ല ഭാഷ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഇതാ നേരത്തെ വന്നിട്ടില്ലെങ്കിൽ സ്റ്റാർ ഇടൂല കേട്ടോ, അങ്ങനെയല്ല പറയേണ്ടത്. നേരത്തെ വന്നവർക്ക് സ്റ്റാർ ഇടാം. 2 വാക്കും 2ആണ്. ഇപ്പം ഞാൻ പറയാം, വന്നിട്ടിപ്പോൾ ഒരു 1.5 മണിക്കൂറായില്ലേ, നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാലോ എന്ന് ഞാൻ പറയുന്നത്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാ എന്ന് ഞാൻ പറയുന്നത് തമ്മിൽ ഏതാ നല്ലത്? മറ്റേതല്ലേ. അതുകൊണ്ട് ഭാഷകൾ നന്നാക്കുക. ചേഞ്ച് യുവർ വേർഡ്, ചേഞ്ച് യുവർ വേൾഡ്. വാക്കുകൾ നന്നായാൽ നമ്മുടെ ലോകം നന്നാകും. അപ്പം ഇതൊരു മർമ്മമാണ്. സ്റ്റാർ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഭീഷണി ഒഴിവാക്കണം.
അതായത് നല്ല സ്റ്റാർ കിട്ടിയ ഒരു കുട്ടി എന്തോ ഒരു വികൃതി കാണിച്ചു, ഇതാ എൻ്റെ സ്റ്റാറിനെ പൊളിക്കൂട്ടോ. സ്റ്റാർ തൊട്ട് കളിക്കരുത്, ഭീഷണി ഉപയോഗിക്കരുത്. ഈ ഉസ്താദ് ഇത് ഫലിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഷൗട്ടിങ്, തല്ലല്, ചീത്തവിളി, ഇത്തരം സംഗതി ഉപയോഗിക്കരുത്. അതായത് ഇതിൻ്റെ മുഖാലിഫായ കബീഹായ ശൈലികൾ അത് ഉപേക്ഷിക്കണം, അഹ്സനായ രീതിയിലേക്ക് മാറണം. അങ്ങനെ ആവുമ്പോൾ ഫാസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ടാകും. ഒരു മദ്രസയിൽ സ്റ്റാർ സിസ്റ്റം നടപ്പിലാക്കി. ആ നാട്ടിലെ 3 പള്ളിയിൽ സുബഹിക്ക് ജമാഅത്ത് ഫുള്ള്. എന്താ സംഭവം? കുട്ടികൾക്ക് ജമാഅത്തിന് പോയാൽ സ്റ്റാർ കിട്ടും. കുട്ടികൾക്ക് ഒറ്റക്ക് പോകാൻ പറ്റുമോ? ബാപ്പാനൊക്കെ കിടത്തി ഉറക്കൂല കുട്ടികൾ. 3 പള്ളി ഫുള്ള്. 3 ഖത്തീബുമാർ പഠിച്ച 18 പറ്റിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല അവിടെ. ഇവിടെ സ്റ്റാർ ഒട്ടിച്ചാൽ മതി, ഭീഷണി ആവശ്യമില്ല, ചീത്തവിളി ആവശ്യമില്ല, വടിയും ചൂരലും ഒരു സാധനവും